ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൊമാൻറ്റിക് ചെസ് സീരീസിലെ 5ാമത്തെ ഗെയിമാണിത്. കഴിഞ്ഞ 4 ഗെയിമുകളിലും തകർപ്പൻ അറ്റാക്കിംഗ് ഗെയിമുകൾ നമ്മൾ കണ്ടു. 1800കളിൽ നടന്ന അറ്റാക്കിംഗ് ഗെയിമുകളാണ് റൊമാൻറ്റിക് ചെസ് ഗെയിംസ് എന്നറിയപ്പെടുന്നത്. വളരെ മനോഹരമായ ഗെയിമുകളാണത്. എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക. കഴിഞ്ഞ ഗെയിമിൽ കോളിഷ് എന്ന പ്ലെയറിൻ്റെ ഒരു തകർപ്പൻ പ്രകടനം നമ്മൾ കണ്ടു. ഈ ഒരു ഗെയിമിലും കോളിഷ് എന്ന പ്ലെയർ ഇവിടെ ഒരു റൂക്കില്ലാതെ ഹാൻഡിക്യാപ്ഡ് പൊസിഷനിൽ ബ്ലാക്ക് പീസുകൾ എടുത്ത് കളിക്കുകയാണ്. കൂടുതൽ വേരിയേഷൻസിലേക്കൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞ ഗെയിമിൽ കൂടുതൽ വേരിയേഷൻസ് വേണ്ട, കാണിക്കണ്ട എന്നൊക്കെ പല അഭിപ്രായങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് കടക്കാം. ഇവിടെ E4 കളിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ E5 കളിക്കുന്നു ബ്ലാക്ക്. ബിഷപ്പ് C4, ഇതാണ് ബിഷപ്സ് ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നത്. നൈറ്റ് F6 കളിച്ച് പോണിൽ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ നൈറ്റ് C3 കളിക്കുന്നു. പോൺ C6. 2 ഐഡിയകളാണ്. ഒന്ന് ഈ ഒരു D5 അല്ലെങ്കിൽ പോൺ B5. പോൺ D3 കളിക്കുന്നു. ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. പോൺ B5, ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് തിരിച്ച് B3യിലേക്ക് മാറുന്നു. പോൺ A5, ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമം. പോൺ A4 കളിച്ച് വൈറ്റ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. പോൺ B4, നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് ഇവിടെ A2യിലേക്ക് തിരിച്ചു മാറുന്നു. പോൺ D5, പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ. നൈറ്റ് F3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് C6, ക്വീൻ E2യിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ക്വീൻ ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് 2 പീസുകൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു നൈറ്റ് മാത്രമാണ് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബിഷപ്പിനെയൊക്കെ കളിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം ആദ്യം വരുന്നു ബിഷപ്പ് G4, ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ടേക്സ് പോൺ സാധ്യമല്ല. ബിഷപ്പ് ടേക്സ് ക്വീൻ വരും. ആദ്യം വൈറ്റ് ഇവിടെ കാസ്ലിംഗ് കിങ് സൈഡ് നടത്തുന്നു. ബിഷപ്പ് C5, നെക്സ്റ്റ് മൂവിൽ വേണമെങ്കിൽ കാസ്ലിംഗ് നടത്താം. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പ് G5, ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബിഷപ്പിനെ കൊണ്ട്. പോൺ H6 കളിച്ച് ബ്ലാക്ക് ഈ ഒരു ബിഷപ്പിൽ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് വൈറ്റും അതേപോലെ പോൺ H3 കളിച്ച് ഈ ഒരു ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നെക്സ്റ്റ് മൂവ് വരികയാണ്. ഇവിടെ പോൺ ടേക്സ് ബിഷപ്പ് ഒരു മൂവാണ്. എന്നാൽ തിരിച്ച് ഈ ഒരു ബിഷപ്പ് പോവും. ഇവിടെ അതിന് പകരം കളിക്കുന്ന മൂവ് പോൺ H5, ഈ ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ ഒരു ബിഷപ്പിനെ തിരിച്ച് വെട്ടുന്നുമില്ല. ഇവിടെ പോൺ ടേക്സ് ബിഷപ്പ് വരികയാണ്. ഒരു ഫ്രീ ബിഷപ്പ് വൈറ്റിന് കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഇവിടെ ബ്ലാക്ക് ഹാൻഡിക്യാപ്ഡ് പൊസിഷനിൽ റൂക്ക് ഇല്ലാതെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു ബിഷപ്പിനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. പോൺ ടേക്സ് പോൺ വരുന്നു. നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് ടേക്സ് പോൺ. ഇവിടെ നമുക്ക് കാണാം ഇവിടെ നൈറ്റ് ടേക്സ് നൈറ്റ് കളിച്ചാൽ ക്വീൻ ടേക്സ് നൈറ്റ് വിത്ത് ചെക്ക്. അതേപോലെ ഇവിടെ വേണമെങ്കിൽ പീസിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം. ബിഷപ്പ് ടേക്സ് പോൺ വരും. അങ്ങനെ കംപ്ലീറ്റ്ലി ഡൊമിനേറ്റിംഗ് പൊസിഷൻ ആയിരിക്കുകയാണ് വൈറ്റിൻ്റേത്. എന്നാൽ ബ്ലാക്കിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് നമ്മൾക്ക് ഇപ്പോൾ കാണാം. റൂക്കും അതേപോലെ ബിഷപ്പും സാക്രിഫൈസ് ചെയ്ത ബ്ലാക്കിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ്. നൈറ്റ് D4, ക്വീനിൽ അറ്റാക്ക്. ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നൈറ്റ് ടേക്സ് ക്വീൻ വരും. അതുകൊണ്ട് ക്വീനെ മാറ്റുകയാണ് ഇപ്പോൾ വൈറ്റ്. ക്വീൻ E1ലേക്ക് മാറിയപ്പോൾ മറ്റൊരു സ്റ്റണ്ണിങ് മൂവ് വരികയാണ്. നൈറ്റ് E4, നൈറ്റ് സാക്രിഫൈസ് അതേപോലെ ക്വീൻ സാക്രിഫൈസ്. ആദ്യത്തെ റൂക്ക് ഇവിടെ ഇല്ല. ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തു. ഇപ്പോൾ ക്വീനെ കൂടി സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു നൈറ്റിനെ പോണിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തുകൊണ്ട്. വൈറ്റ് ഇവിടെ ബിഷപ്പ് ടേക്സ് ക്വീൻ കളിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് ബ്ലാക്കിൻ്റെ മറ്റൊരു തകർപ്പൻ മൂവ് വരികയാണ്. നൈറ്റ് G3, ഈ ഒരു നൈറ്റ് G3 നൈറ്റ് സാക്രിഫൈസ് വീണ്ടും അതേപോലെ
ക്വീനിൻ്റെ ലൈനിൽ നിന്നും നൈറ്റ് മാറിക്കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അതൊരു ഡിസ്കവേർഡ് ചെക്കാവും. വേണമെങ്കിൽ റൂക്കിനെ വെട്ടി മാറ്റാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു പൊസിഷനിൽ വെച്ച് പോൺ ടേക്സ് നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോൺ ടേക്സ് നൈറ്റ് കളിച്ചാൽ നൈറ്റ് E2 ചെക്ക് മേറ്റ്. ഇവിടെ ഡബിൾ ചെക്കാണ്. ഇങ്ങോട്ടേക്ക് പോകാൻ സാധ്യമല്ല. അത് ചെക്ക് മേറ്റ് ആണ് ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നൈറ്റിനെ വെട്ടിമാറ്റാൻ സാധ്യമല്ല. അതിന് പകരം വേറെ വല്ലതും കളിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മൂവിൽ എന്ത് വരും? ഇവിടെ റൂക്ക് കൊണ്ട് ചെക്ക് മേറ്റ് വരും. റൂക്ക് H1 ചെക്ക് മേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് വൈറ്റ് ഇവിടെ കളിക്കുന്നത് നൈറ്റിനെ മാറ്റിയിട്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു റൂക്കിനെ വെട്ടിമാറ്റാം. അതേപോലെ ഇങ്ങനെയുള്ള ഒരു ചെക്ക് മേറ്റിംഗ് ത്രെട്ട് ഇല്ല. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ നെക്സ്റ്റ് മൂവ് വരികയാണ്. ഈ ഒരു ചെക്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് മറ്റൊരു ചെക്ക്, നൈറ്റ് E2 ചെക്ക്. ഇവിടെ ഈ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ തിരിച്ച് ഒരു ചെക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി കിങ്ങിനെ മാറ്റാനും സാധ്യമല്ല. റൂക്കും ഉണ്ട്, അതേപോലെ തന്നെ നൈറ്റും ഉണ്ട്. ഇവിടെ ക്വീൻ ടേക്സ് നൈറ്റാണ് ആകെയുള്ള മൂവ്. അപ്പോൾ വരുന്നു നൈറ്റ് ടേക്സ് ക്വീൻ ചെക്ക് മേറ്റ്. വളരെ മനോഹരമായ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം ബ്ലാക്കിൻ്റെ ഭാഗത്ത് നിന്ന്. റൂക്ക് സാക്രിഫൈസ്. റൂക്ക് തുടക്കത്തിലേ ഇല്ലായിരുന്നു ഗെയിമിൽ. ഹാൻഡിക്യാപ്ഡ് പൊസിഷൻ എന്നാണ് അതിന് പറയുക. അത് ചില പ്ലെയേഴ്സ് 1800കളിലൊക്കെ ചില പീസുകളില്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയിം. അതേപോലെ ബിഷപ്പിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്തു. പിന്നീട് ക്വീനിനെ സാക്രിഫൈസ്, അതേപോലെ നൈറ്റ് സാക്രിഫൈസ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ആ ഒരു പൊസിഷൻ നോക്കാം. ഇവിടെ ഈ ഒരു സാക്രിഫൈസ് വരുന്നത് പോൺ കളിച്ചുകൊണ്ട് ഈ ഒരു ബിഷപ്പിനെ വെട്ടാതെ പോണിനെ മുന്നോട്ട് നീങ്ങുന്നു. പോൺ ടെക്സ് ബിഷപ്പ് വരുന്നു. പോൺ ടെക്സ് പോൺ. ഇവിടെ നൈറ്റ് ടെക്സ് പോൺ വന്നപ്പോൾ നൈറ്റ് കൊണ്ട് ക്വീനിൽ അറ്റാക്ക്. ക്വീൻ തിരിച്ചു പോയപ്പോൾ അടുത്ത ഒരു സാക്രിഫൈസ്, ക്വീൻ സാക്രിഫൈസ്. ബിഷപ്പ് ടെക്സ് ക്വീൻ വരുന്നു. നൈറ്റ് കൊണ്ട് വീണ്ടും ഒരു ചെക്ക് മേറ്റ് ത്രെട്ട്. പോൺ ടെക്സ് നൈറ്റ് സാധ്യമല്ല. അപ്പോൾ ഡബിൾ ചെക്ക് കൊണ്ട് ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് നൈറ്റിനെ മാറ്റിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. അടുത്ത മൂവിൽ നൈറ്റ് ടേക്സ് റൂക്ക്. ഈ ഒരു ചെക്ക് മേറ്റ് ത്രെട്ട് ഒഴിവാക്കാനും സാധിക്കും. എന്നാൽ ചെക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് ഒരു കൗണ്ടർ ചെക്ക്. ഇവിടെ ക്വീൻ ടെക്സ് നൈറ്റാണ് ആകെയുള്ള മൂവ്. നൈറ്റ് ടെക്സ് ക്വീൻ കളിച്ചുകൊണ്ട് ചെക്ക് മേറ്റ്. എന്തായാലും ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇതേപോലെയുള്ള റൊമാൻറ്റിക് ചെസ് ഗെയിംസുമായി വീണ്ടും കാണാം. താങ്ക് യു.